ഹായ്, എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വീട്ടിൽ പോകാൻ നോക്ക് രാജി എന്ന് പറഞ്ഞിട്ട് കാരിയർ ശ്യാമയോട് പിടിക്കാൻ പറയുകയാണ് ശാരദാമ്മ. അതിനുശേഷം ശ്യാമയും ശാരദാമ്മയും കൂടി അതെടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരം അകത്തേക്ക് ചെന്ന് ശാരിക പറയുകയാണ്, അമ്മേ ഒരു നിമിഷം. രാജി ചേച്ചി വന്നത് എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, വന്നത് കുറച്ച് കാശിന്റെ ആവശ്യം കൊണ്ടാണ്. കൈ വയ്യാത്തത് കൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാനും വയ്യ. തൊഴിലുറപ്പിന് പോയിരുന്ന അമ്മയ്ക്കും വയ്യാതായി. ഇപ്പോൾ രാജി ചേച്ചിയുടെ ഫിസിയോതെറാപ്പി അടക്കം രണ്ടുപേരുടെ ആശുപത്രി ചെലവ് ഇല്ലാത്ത കഷ്ടത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് കാശ് കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ശാരദാമ്മ ചോദിക്കുകയാണ്, ഇവിടെ എന്താ പണം കായ്ക്കുന്ന മരം വല്ലതുമുണ്ടോ കുലുക്കി കുലുക്കി എടുക്കാൻ? അവളോട് പോകാൻ പറയും, ഇവിടെ കാശൊന്നും ഇല്ല. ഇടിക്കടി എന്ന് ശ്യാമയോട് വീണ്ടും പറഞ്ഞ് കാരിയറുമായി അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ഇതൊക്കെ കേട്ട് വിഷമിച്ച് പുറത്തു നിൽക്കുന്ന രാജിയുടെ അടുത്തേക്ക് വരികയാണ് ശാരിക. രാജി പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോവുകയാണ്. രാജി ചേച്ചി, അമ്മ എന്തോ വിഷമം കൊണ്ട്. സാരമില്ല മോളെ, ഞാൻ പിണങ്ങിറങ്ങി പോവുകയാണെന്ന് മോള് കരുതേണ്ട. ഞാനിവിടെ വന്നിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല എന്ന് കരുതിയാൽ മതി. എനിക്കൊരു തെറ്റുപറ്റി. നിങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലാക്കി വേണമായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷെ ആലോചിച്ചത് സ്വന്തം കാര്യം മാത്രമായി പോയി. എന്തായാലും ശാരദാമ്മ എന്റെ മുഖത്ത് നോക്കി വഴക്ക് പറഞ്ഞാലും അതെന്റെ സ്വന്തം അമ്മ പറയുന്നത് പോലെ എനിക്കുള്ളൂ. മോള് വിഷമിക്കേണ്ട, ശാരദാമ്മയോട് പറഞ്ഞേക്ക് ഞാൻ പോയി എന്ന്. അതിനുശേഷം ശാരിക ശാരദാമ്മയോട് പറയുകയാണ്, അമ്മ ഈ കാണിച്ചത് ഭയങ്കര ബോറായി പോയി. രാജി ചേച്ചി എന്റെ ജീവൻ രക്ഷിച്ച ആളാണെന്ന് പോലും അമ്മ ഒരു നിമിഷം ആലോചിച്ചില്ല. ശാരദാമ്മ പറയുകയാണ്, മറന്നിട്ടല്ല, ഇല്ലാഞ്ഞിട്ടാണ്. ഓരോ ദിവസവും ഇവിടെ എങ്ങനെയാണ് തള്ളി നീക്കുന്നതെന്ന് അറിയാമോ നിനക്കൊക്കെ? എന്നിട്ടും മുന്നിൽ നിന്ന് കൈ നീട്ടുന്നവർക്ക് കടമായിട്ടും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഉള്ളതുപോലെ എന്ന് കരുതി എല്ലാത്തിനും ഒരു പരിധിയില്ലേ ചെയ്യുന്നതിനൊക്കെ? ഈ രാജി ചേച്ചി എന്ന് ശാരിക പറയുമ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, എടി ഞാനിപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിനക്ക് വല്ല ഊഹവും ഉണ്ടോ? 10 ലക്ഷം രൂപ തിരികെ ചോദിച്ച് വഴിതടഞ്ഞു നിൽക്കുകയാണ് ആ രാജേശ്വരിയും ബാലചന്ദ്രനും. അവര് രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു. ആ ശ്രീരഞ്ജിനി തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെന്റെ ദേഹത്ത് പോലും കൈവച്ചിരുന്നേനെ. അത്രയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ഓർക്കുമ്പോൾ തന്നെ എനിക്കെന്റെ ദേഹം വിറയ്ക്കുകയാണ്. അവനും അവളും കൂടി ചേർന്ന് നമ്മുടെ ആഹാരമെടുത്ത് ആറ്റിൽ കളയും എന്ന് വരെ പറഞ്ഞു. എന്നിട്ട് പണം തിരികെ കൊടുക്കുന്നതിന് ശ്രീരഞ്ജിനി ഇടപെട്ട് തൽക്കാലം ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത 3-ാം തീയതി പണം തിരിച്ചു കൊടുക്കാമെന്ന്. 3 ആഴ്ചക്കകം. ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ് ഈ 3 ആഴ്ചക്കകം 10 ലക്ഷം രൂപ? ഇതിന്റെ ഇടയിലാണ് ഇതുപോലത്തെ ഏടാകൂടങ്ങൾ. മോളെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ തന്നെ ഒന്ന് പറയ്. ശാരിക പറയുകയാണ്, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും എടുത്ത് കൊടുക്കുമായിരുന്നു. രാജി ചേച്ചി കണ്ണു നിറഞ്ഞിട്ടാണ് ഇവിടെ നിന്നും പോയത്. മിനിമം സംസാരത്തിലെങ്കിലും അമ്മയ്ക്കൊരു മര്യാദ കാണിക്കാമായിരുന്നു. ഇതിപ്പോ അതും കൂടി ഇല്ലാത്തതാണ് മോശമായി പോയത്. എന്റെ ഈശ്വരാന്നും പറഞ്ഞ തലയ്ക്ക് കൈവച്ചിരിക്കുകയാണ് ശാരദാമ്മ. എന്റെ ഈശ്വര, എന്റെ മനസ്സിൽ എന്താണെന്ന് എന്താ ആർക്കും മനസ്സിലാകാത്തത്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ അവളെ എങ്ങനെ സഹായിക്കാനാണ്? ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. ഇതൊക്കെ കേട്ട് വിഷമിച്ചു നിന്ന ശ്യാമ അകത്തേക്ക് പോവുകയാണ്. തിരികെ വന്ന ശ്യാമ തനിക്ക് കിട്ടിയ ഗോൾഡ് മെഡൽ അമ്മയ്ക്കു നേരെ നീട്ടുകയാണ്. അമ്മ, ഡിസ്ട്രിക്റ്റിൽ കബഡി ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ കിട്ടിയതാണ് എനിക്കിത്. ഇത് പണയം വെച്ചാൽ അത്യാവശ്യം പണം കിട്ടുമോ എന്ന് നോക്ക്. ശാരദാമ്മയും ശാരദാമ്മയുടെ കാരുണ്യവും കൊതിക്കുന്നവർ ഒരിക്കലും തോൽക്കാൻ പാടില്ല. അന്നേരം ശാരദാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് കരുതിയാൽ മതി. മോളെ എന്ന് പറഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ ഹോട്ടലാണ്. അവിടേക്ക് ജീപ്പിലെത്തുകയാണ് വിഷ്ണുവും കമലനും ദാസനും. വണ്ടി നിർത്തിയ വിഷ്ണുവിനോട് ദാസൻ ചോദിക്കുകയാണ്, ആശാനെ ഇന്നെങ്കിലും നടക്കുമോ? നടക്കുമെടാ, ഇന്ന് നടക്കും. ഇന്നും ആശാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഒടുവിൽ മദാമയെ കാണുമ്പോൾ കവാത്ത് മറക്കും. പുറകിൽ നിന്ന് ദാസനെ തട്ടി കമലൻ പറയുകയാണ്, മദാമയല്ലടാ സായിപ്പ്. ആ എനിക്കറിയാം, ഏട്ടത്തിയമ്മ പെണ്ണായതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ്. കമലൻ പറയുകയാണ്, നീയാണ് ആശാനെ കൊണ്ട് പ്രേമലേഖനം എഴുതിപ്പിച്ചതും കുഴിയിൽ കൊണ്ട് ചാടിച്ചതും. ഒടുവിൽ ആശാന് കള്ളനാകേണ്ടി വരെ വന്നു. അതിപ്പോ ആശാനോട് കത്ത് മാറ്റി കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? സംസാരത്തിൽ ഗുണം എന്നൊക്കെയുണ്ട്. നിന്നെ കണി കണ്ടാൽ അന്നത്തെ ദിവസം തന്നെ പോക്കാണ്. അത് കറക്റ്റ് എന്ന് പറയുകയാണ് വിഷ്ണു. ആശാനെ, ഇന്ന് കമലനാണ് കൂടെയുള്ളത്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. ആശാൻ ധൈര്യമായിട്ട് വലതുകാൽ വെച്ച് അങ്ങോട്ട് കയറി ചെല്ല്. എന്നിട്ട് ഏട്ടത്തിയമ്മയെ പിടിച്ചു മാറ്റിയിട്ട് ചങ്കുത്തിട്ടോടെ പറയ്, ഐ ലവ് യു എന്ന്. കത്തും കുത്തൊന്നും ഇനി വേണ്ട. അപ്പോ അങ്ങനെ ചെയ്യാമല്ലേ? ധൈര്യമായിട്ട് പറയാശാനെ. ദൈവമേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് 3 പേരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ അല്ലേ, വാടാന്നും പറഞ്ഞ് വിഷ്ണു അവരെയും കൂട്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. 3 പേരും കൂടി അകത്തേക്ക് കയറുകയാണ്. അവിടെ ഭക്ഷണം വിളമ്പുന്ന ശാലിനിയെ കണ്ട് ഒന്ന് പരുങ്ങുകയാണ് വിഷ്ണു.
കമലൻ പറയുകയാണ് ആശാനെ അങ്ങോട്ട് ചെന്ന് പിടിച്ചു മാറ്റി നിർത്ത ആശാനെ. പക്ഷെ ആകെ പരിഭ്രമിച്ച് പരിങ്ങി നിൽക്കുകയാണ് വിഷ്ണു. നേരം അവരെ കണ്ട ശാലിനി പറയുകയാണ് ആ നിങ്ങളോ, ആ വരൂ വന്നിരിക്കുക. കമലൻ ചോദിക്കുകയാണ് ആശാനെ, ആശാനോട് ഞാൻ പറഞ്ഞത് പിടിച്ചു മാറ്റി നിർത്താനല്ലേ? അത് അവൾ ഇരിക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇരിക്കണം. ഇരിക്കാം, ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു രണ്ടുപേരെയും ഇരുത്തുകയാണ്. ശാലിനി 3 പേർക്കും ഇല വയ്ക്കുമ്പോൾ കമലൻ പറയുകയാണ് ആശാനെ, ഇത് പറ്റിയ അവസരമാണ്, പെട്ടെന്ന് പറയ്. പറയാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ് എനിക്കിഷ്ടമാണ്. ശാലിനി ചോദിക്കുകയാണ് എന്തിഷ്ടമാണെന്ന്. ഒന്നുകൂടി കടുപ്പിച്ച് ശാലിനി ചോദിക്കുകയാണ് എന്താ ഇഷ്ടമെന്ന്. ഒന്ന് ആലോചിച്ച് വിക്കി വിക്കി പുട്ടും കടലയും എന്ന് പറയുകയാണ് വിഷ്ണു. ഇത് കേട്ട് ചിരിക്കുകയാണ് ശാലിനി. എന്തിനാ ചിരിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് പുട്ടും കടലയും ഇഷ്ടമാണെന്ന് പറയാൻ എന്തിനാണ് ഇത്ര പരുങ്ങുന്നത്. ദാസൻ ചോദിക്കുകയാണ് എന്താ ആശാനെ ഇത്. പതിയെ വിഷ്ണു പറയുകയാണ് വിറച്ചിട്ട് പാടില്ലടാ. ദാസനോടും കമലനോടും ശാലിനി ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്താ ഇഷ്ടം, പുട്ടും കടലയുമാണോ? ദാസൻ പറയുകയാണ് ആശാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ലല്ലോ. പറഞ്ഞു വരുമ്പോൾ പുട്ടും കടലയും ഞങ്ങളുടെ ഏട്ടത്തിയമ്മയായിട്ട് വരും. ഒന്ന് സംശയിച്ച് മനസ്സിലാകാതെ ശാലിനി ചോദിക്കുകയാണ് പുട്ടും കടലയും ഏട്ടത്തിയമ്മയോ? അല്ല, ആശാൻ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ പുട്ടും കടലയും. അപ്പോ നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ് എനിക്ക് ഇഡ്ഡലി, വട, സാമ്പാറ്. ദാസൻ പറയുന്നു എനിക്ക് പൂരി മസാല. വിഷ്ണു ചോദിക്കുകയാണ് അല്ല ഒറ്റയ്ക്കേ ഉള്ളോ? ശാലിനി പറയുകയാണ് ഇല്ല, എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഓരോരോ ജോലികളിലാണ്. നാളെ നല്ല ഉദ്യോഗമൊക്കെ വാങ്ങിക്കേണ്ട ആളാണ് ഈ ചായക്കടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. അല്ല, ഞാൻ സഹായിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ് വേണ്ട വേണ്ട, അവിടെ ഇരിക്ക്, അവനവന്റെ ജോലി അവനവൻ തന്നെ ചെയ്യണം. ശാലിനി ആ പറഞ്ഞത് കേട്ട് അമർത്തിച്ചിരിക്കുകയാണ് കമലനും ദാസനും. എന്ന ശേഷം വിഷ്ണു പറയുകയാണ് ഒരുപാട് കിണിക്കല്ലേ. അതിനുശേഷം അവർക്ക് ഭക്ഷണം വിളമ്പുകയാണ് ശാലിനി. പുട്ടും കടലയും കഴിച്ച ശേഷം വിഷ്ണു പറയുകയാണ് എന്റെ പൊന്നോ എന്ത് രുചിയായത്, എന്ത് ടേസ്റ്റ് ആണിത്. അത് കേട്ട് ശാലിനി പറയുകയാണ് മതി മതി, ഇയാള് ഇത്തിരി ഓവറാണോ എന്നൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ തോന്നിയത്? അല്ല, എനിക്ക് എക്സാമിന് പോകാൻ ലിഫ്റ്റ് തരുന്നു, കുടുംബശ്രീ ഹോട്ടൽ കത്തിക്കാൻ വരുന്നവരെ പിടിക്കാൻ വേണ്ടി പാതിരാത്രി കാത്തുകെട്ടി കിടക്കുന്നു, സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇറക്കിക്കൊണ്ടു പോരുന്നു. എന്താ വേറെ ദുരുദ്ദേശമൊന്നും ഇല്ലല്ലോ മനസ്സിൽ? വിഷ്ണു പറയുകയാണ് അയ്യോ ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ദേ ഇവനാണ് സത്യം എന്ന് പറഞ്ഞ് ദാസന്റെ തലയിൽ വെച്ച് സത്യം ചെയ്യുകയാണ് വിഷ്ണു. അന്നേരം ചുമക്കുന്ന ദാസനോട് വിഷ്ണു പറയുകയാണ് അധികം കഴിക്കണ്ടടാ, ആക്രാന്തമാണ് ഇവന്റെ പ്രശ്നം. ദാസൻ പറയുകയാണ് കമല എന്റെ കാര്യം പോക്കാടാ, ഏത് സമയവും ഫിലമെന്റ് അടിച്ചു പോകാം. കമലൻ പറയുകയാണ് അത് സാരമില്ല, ഇത് ഞാനേ അവസാനത്തുള്ളി വെള്ളം തരുന്നതായിട്ട് അങ്ങ് കൂട്ടിയാ മതിയെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ദാസന് കൊടുക്കുകയാണ് കമലൻ. വെള്ളം കുടിച്ച ശേഷം ദാസൻ പറയുകയാണ് ദ്രോഹി, ആശാന്റെ ഈ സൈഡിൽ ഇരിക്കാൻ പാടില്ലായിരുന്നല്ലേടാ. ഓരോന്നിനും ഓരോ വിധിയുണ്ട് ദാസ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. അന്നേരം കടയിലേക്ക് വന്ന് ക്യാഷിലിരിക്കുകയാണ് ശാരിക. ഇച്ചിരിയുടെ കറി ഒഴിക്കട്ടെ എന്നും പറഞ്ഞ് വരികയാണ് ശാലിനി. ഒഴിച്ചുവെന്ന് വിഷ്ണു പറയുന്നു. ഇനി വേണോന്ന് ശാലിനി ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എന്ന് വിഷ്ണു പറയുന്നു. വീണ്ടും ശാലിനി ചോദിക്കുകയാണ് ഇനി വേണോ? കുറച്ചുകൂടി ആവാമെന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ് അല്ല, എന്നും ഇവിടെ വന്നാണല്ലോ ഇപ്പൊ ഭക്ഷണം, നിങ്ങളുടെ വീട്ടിൽ ആഹാരം പാകം ചെയ്യാനൊന്നും ആളില്ലേ? ദാസൻ പറയുകയാണ് ആ കഥ ഇത്തിരി ശോകമാണ്, പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് വിഷ്ണു പറയുമ്പോൾ ദാസൻ പറയുകയാണ് പറയുന്നതിനെന്താ, ആശാന് ബന്ധുക്കളായിട്ട് ആരുമില്ല. ശാലിനി ചോദിക്കുകയാണ് അമ്മയുണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്? ആ അമ്മയും മരിച്ചുപോയി എന്ന് ദാസൻ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന്റെ മുഖം പെട്ടെന്ന് മാറുകയാണ്. എപ്പോഴെന്ന് ശാലിനി ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എന്ന് പതുക്കെ പറയുകയാണ് ദാസൻ. പതിയെ ദാസനോട് വിഷ്ണു പറയുകയാണ് പച്ച ഉരുക്ക് പോലെ ഇരിക്കുന്ന എന്റെ അമ്മയെ നീ കൊന്നല്ലേടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദാസൻ പറയുകയാണ് സോറി ആശാനെ, പ്രണയത്തിന് വേണ്ടി ഇത്തിരിയൊക്കെ ആകാം. കമലൻ പറയുകയാണ് പാവം ആശാൻ, നമ്മുടെ ആശാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസം. ഇതൊക്കെ കേട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് ശ്യാമ. ശാലിനി വീണ്ടും ചോദിക്കുകയാണ് ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്? ദാസൻ പറയുകയാണ് ഒരു റബ്ബർ കാട്ടിന്റെ നടുക്ക്. റബ്ബർ കാട്ടിന്റെ നടുക്ക് താമസിക്കാൻ ഇയാൾ എന്താ റബ്ബർ മുതലാളിയാണോ? കളിയാക്കേണ്ട, ആശാൻ അറിയാം ആശാന്റെ സങ്കടം എന്താണെന്ന്. കമലൻ പറയുകയാണ് വലിയ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്നുണ്ട്, അതിന്റെ നടുവിലാണ് ആശാന്റെ താമസം. രാത്രി കള്ളന്മാരെന്നും വന്ന് റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാതിരിക്കാൻ ആന്തലൊക്കെ കത്തിച്ച് കാവലിരിക്കും പാവം. പുലർച്ചെ എണീറ്റാൽ മുതൽ ടാപ്പിംഗ് തുടങ്ങും, ഭക്ഷണം തന്നെ സമയത്ത് കഴിക്കാൻ പറ്റാറില്ല. അങ്ങനെ വിശന്ന് വലഞ്ഞ് റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാനെ ഞങ്ങളാണ് നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. കേട്ട് ശ്യാമ പറയുകയാണ് വാവ് സൂപ്പർ, റബ്ബർ എസ്റ്റേറ്റിന്റെ നടുക്ക് കൊച്ചൊരു താമസ സ്ഥലം, എനിക്കതൊന്ന് കാണാൻ തോന്നുന്നു. ദാസൻ പറയുകയാണ് പണി പാളിയെന്നാണല്ലോ തോന്നുന്നത്. ശാലിനി ചോദിക്കുകയാണ് എന്താടി നീ പറയുന്നത്? കുഞ്ഞേച്ചി നമുക്ക് ആ എസ്റ്റേറ്റ് ഒന്ന് കാണാൻ പോയാലോ?
വൃത്തകളും മറ്റു കിളികളും പാറി നടക്കുന്ന പച്ച പുതച്ച റബ്ബർ മരങ്ങൾ. പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹരിതാപമരമായ റബ്ബർ മരങ്ങളുടെ നടുവിൽ സൂര്യന്റെ ചെങ്കതിരുകൾ, മഞ്ഞിന്റെ നനവ്, മണ്ണിന്റെയും സസ്യങ്ങളുടെയും ഗന്ധം, വിഷപ്പുക വീശാത്ത കാറ്റ്. രാത്രിയാകുമ്പോൾ അലങ്കാര ദീപങ്ങൾ പോലെ റബ്ബർ മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മിന്നാമിനുകൾ. വീടുകളുടെയും സംഗീത സദസ് എന്നൊക്കെ ശ്യാമ തുടരുമ്പോൾ ശാലിനി പറയുകയാണ്, മതി മതി, നീ എന്താടി കവിത എഴുതുകയാണോ? ഇതൊക്കെ ഭാവനയിൽ കാണുമ്പോഴേ കവിത എഴുതി പോകും ചേച്ചി. നമുക്കൊന്ന് പോയി കണ്ടാലോ ആ സ്ഥലം പ്ലീസ് എന്ന് പറയുകയാണ് ശ്യാമ. നമുക്ക് എപ്പോഴെങ്കിലും പോവാം. പക്ഷെ ഇതൊക്കെ കേട്ട് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് വിഷ്ണുവും ദാസനും കമലനും. ശ്യാമ പറയുകയാണ്, എപ്പോഴെങ്കിലും പോയാൽ പോരാ, ഇപ്പൊ തന്നെ പോണം. ശാലിനി പറയുകയാണ്, കടയിൽ ഈ തിരക്ക് കാണുന്നില്ലേ? കടയിലെ തിരക്ക് ഒഴിഞ്ഞിട്ട് എപ്പോൾ പോകാനാണ്? പ്രകൃതിയെ പറ്റി പുസ്തകത്തിൽ വായിച്ചാൽ പോരാ, നേരിട്ട് കണ്ടും അനുഭവിച്ചും അറിയണമെന്ന് കുഞ്ഞേച്ചി തന്നെയല്ലേ പറയാറ് എന്ന് ശാലിനി പറയുമ്പോൾ അയ്യോ എന്ന് വയ്ക്കുകയാണ് ദാസൻ. നമുക്ക് പോകാൻ ചേച്ചി, ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുള്ളപ്പോൾ. അമ്മയോട് പറഞ്ഞിട്ട് ഇപ്പോ തന്നെ പോകാൻ ചേച്ചി പ്ലീസ്. അത് പിന്നെയെന്ന് ശാലിനി പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ വന്നാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ടെന്ന് പറയുകയാണ് വിഷ്ണു. കുഴപ്പമില്ലാന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനെ നോക്കി കണ്ണുരുട്ടുകയാണ് ദാസനും കമലനും. എന്നാ പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഡ്രസ്സ് മാറി വരാം. സൂപ്പർ എന്ന് ശ്യാമ പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ഒന്നുകൂടി ചോദിക്കുകയാണ്, ഞങ്ങൾ വരാമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ വരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ശരിയെന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ശാലിനി. അവർ പോയ ശേഷം ദാസനോട് ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, എടാ, എന്റെ അമ്മയെ നീ കൊന്നു, അത് ഞാൻ ക്ഷമിച്ചു. റബ്ബർ സ്റ്റേറ്റ് എവിടെയെടാന്ന് കമലിനോട് ചോദിക്കുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, ആശാനെ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി അതിൽ പിടിച്ച് കയറാൻ നോക്കിയതാണ്. എടാ, അതിൽ പിടിച്ച് കയറാനാണെങ്കിൽ റബ്ബർ എസ്റ്റേറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ പൊളിയില്ലേ? ഒന്ന് ആലോചിച്ച് ചിരിച്ച് ദാസൻ പറയുകയാണ്, ഇല്ല ആശാനെ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം നമുക്ക്. കേരം തിങ്ങും കേരള നാട്ടിൽ കേരത്തേക്കാൾ കൂടുതലുള്ളത് റബ്ബർ അല്ലേ? അതിലൊരു എസ്റ്റേറ്റ് നോക്കി നടത്തുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണെന്ന് വെച്ചോ. അതിനുശേഷം ക്ലീറ്റസിനെ ഫോൺ ചെയ്യുകയാണ് കമലൻ. ക്ലീറ്റസെ, ഇന്ന് ഷീറ്റ് അടിക്കാൻ നീ ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ എന്ന് ക്ലീറ്റസ് പറയുമ്പോൾ കമലൻ പറയുകയാണ്, എന്നാ നീ പൊയ്ക്കളയരുത്, കാര്യമുണ്ട്. അന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ശരിയെന്ന് പറയുകയാണ് ക്ലീറ്റസ്. ഫോൺ വെച്ച ശേഷം കമലൻ പറയുകയാണ്, ആശാനെ, സംഗതി നമുക്ക് സെറ്റാക്കാം. ആശാൻ ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വന്നാൽ മാത്രം മതി. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ദാസനോട് ചോദിക്കുകയാണ്, ദാസ റെഡിയല്ലേ? ഇപ്പോഴേ റെഡി എന്ന് പറഞ്ഞ് കമലന് കൈ കൊടുക്കുകയാണ് ദാസൻ. അവർ പോയ ശേഷം എന്റെ ദൈവമേ എന്നും പറഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനോട് ചോദിക്കുകയാണ്, ആ എത്തിയോ? എന്താ എളിയ, സാധനം കിട്ടിയോ? ഇല്ലടാ, ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആയതുകൊണ്ട് അവധിയാണെന്ന്. ഇതൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത്, അവനെയൊക്കെ തല്ലിക്കൊല്ലണം. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ഒരു ദിവസമെങ്കിലും അടിക്കാതിരിക്കളിയ, കരളിന് അത്രയെങ്കിലും വളർച്ചയെങ്കിലും കിട്ടും. അതും കൂടി ചേർത്ത് നാളെ അടിക്കാമല്ലോ. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, നീ എന്നാണ് ഗാന്ധിജിയുടെ ശിഷ്യനായത്? ഇന്നലെ നീയും കൂടി വന്നിരുന്നല്ലേ എന്റെ സ്റ്റോക്ക് മുഴുവൻ കുടിച്ചു തീർത്തത്. നീ ഇപ്പോ എന്ത് ചെയ്യുമോ എന്തോ? അതാണ് ഞാനും പറയുന്നത്, ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അളിയൻ സ്വയം പര്യാപ്തൻ ആകണമെന്ന്. അന്നേരം മനസ്സിലാകാതെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ ആൾക്കാര് നമുക്ക് കുപ്പിയിലടച്ച് തന്നിട്ട് കാശ് വാങ്ങുന്ന സാധനം ഞാൻ തനിയെ ഉണ്ടാക്കാൻ പോവുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ അളിയനും കൂടി പോര്. ഇങ്ങനെ അകത്ത് കുത്തിയിരുന്ന് തുരുമ്പെടുക്കാതെ ഒരു എന്റർടൈൻമെന്റും ആകും. എന്താ, വരുന്നോന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ വരുന്നില്ല. അന്നേരം പുറത്തേക്ക് വന്ന രാജേശ്വരി ചോദിക്കുകയാണ്, പകരം ഞാൻ വന്നാൽ മതിയോ? എപ്പോഴും ഈ കള്ളുകൂടി ഇതല്ലാതെ വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നിങ്ങൾക്ക്? വേറെ എന്താ രാജി സംസാരിക്കാൻ? നിന്റെ അടുത്ത് വന്നാൽ ശാരദ, ശാലിനി 10 ലക്ഷം രൂപ അധികാരം, എന്നിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതുമില്ല. ഓ, അത് ശരി, ഇപ്പോൾ നിങ്ങൾക്ക് എന്നെയായി പരിഹാസം. ഇങ്ങനെ പരിഹസിക്കാതിരിക്കും രാജേശ്വരി. നീ ഇതുവരെ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടന്നോ? ഒരെണ്ണം കേൾക്കട്ടെ. ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ ഒരു ചിത്രകഥ ഉണ്ടായിരുന്നു, മന്ത്രിയുടെ തന്ത്രങ്ങൾ. രാജാവിനെ എങ്ങനെയെങ്കിലും തട്ടിക്കളഞ്ഞിട്ട് പകരം രാജാവാകാനാണ് മന്ത്രിയുടെ ശ്രമം. പക്ഷെ അതിനുവേണ്ടി ഒരുക്കുന്ന കെണിയിലെല്ലാം മന്ത്രി തന്നെ പോയി വീണ് നാണം കെടുന്നതാണ് കഥ. ഈ പകയും പ്രതികാരവും ഒക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് ആ മന്ത്രിയെയാണ് ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ ആ 10 ലക്ഷം ശാരദയുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചെടുക്കാൻ അവൻ ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് അത് കിട്ടി. അല്ലെങ്കിൽ അതും കൂടി അവരുടെ കയ്യിൽ ഇരുന്നേനെ. ഞാൻ ചേച്ചിയുടെ സൈഡാണെങ്കിലും അളിയൽ നീ പറഞ്ഞത് കഴമ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ശാരദയ്ക്ക് നല്ല ജനപിന്തുണയുണ്ടെന്ന് ഭക്ഷ്യമേള നടന്നപ്പോൾ തന്നെ മനസ്സിലായല്ലോ. കുടുംബശ്രീക്കാര്, പോലീസ്, വക്കീല്, കോളേജ് ലെക്ചർ എല്ലാം ശാരദയുടെ സൈഡാണ്.
എന്തിനു പറയുന്നു, നമ്മുടെ ബന്ധു കൂടിയല്ലേ ആ വാർഡ് മെമ്പർ ഷീലാറാണി. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ചേച്ചി പ്ലാൻ ചെയ്തത് ചീറ്റിപ്പോയി. അവര് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ, കാര്യമെന്താ? അവര് തന്നെ പറഞ്ഞില്ലേ ചേച്ചിയുടെ കൂടെ നിന്നാൽ അടുത്ത ഇലക്ഷന് പച്ച തൊടില്ലാന്ന്. ഇത് കേട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയി ഞാനങ്ങ് ആത്മഹത്യ ചെയ്താലോ? അത് കേട്ട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്